ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 4 പേരും ഇങ്ങനെ നോക്കി വരുമായിരുന്നു. അപ്പോഴാണ് ഒരു സാരി ഇങ്ങനെ തടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ സാരി ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ സാരി പൊക്കി നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. രാവിലെയാണോ കാണുന്നത്? ഒരു ഇത് വൃത്തിയാക്കുമായിരുന്നു? അത് ഇവിടെയും ബോഡി നോക്കി വന്നതാണ് ഞങ്ങൾ. സാറ് പറഞ്ഞ് ഇങ്ങനെ ഈ സൈഡ് നോക്കണേന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നോക്കാൻ വന്നത്. ഈ ആംബുലൻസിലാണ് മൃതദേഹമുള്ളത്. ഇവിടെ നിന്നും ജോയിയുടെ മൃതദേഹമാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ നിന്നും നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൃതദേഹത്തിന് നല്ല ദുർഗന്ധമാണുള്ളത്. 2 ദിവസമായി ഇത്തരത്തിൽ അദ്ദേഹം ഈ ഒരു ചവറുകൂനയിലായിരുന്നു. മൃതദേഹം തനിയെ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇപ്പോഴും നേവിയുടെ സംഘം അപ്പുറത്ത് ഈ പ്രധാന ഈ പാഴ്സൽ, അതായത് ഈ പാഴ്സൽ കൗണ്ടറിന്റെ ടണലിലാണ്, റെയിൽവേ പാഴ്സൽ കൗണ്ടറിന്റെ ടണലിലാണ് ഈ മാലിന്യം തന്നെയാണ് നേരെ റെയിൽവേ ആ ഭാഗത്തേക്ക് പോകുന്നതും. എന്തായാലും ഇപ്പോൾ ശുചീകരണ തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. സാരിയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു മൃതദേഹം എന്നാണ് ഇപ്പോൾ ഈ ജീവനക്കാർ